ഹലോ, അമ്മ ദേ ഇവിടെ വിളക്ക് വെക്കുന്ന തിരക്കിലാണേ. ഇന്നെന്ന് പറയുമ്പോൾ നമ്മുടെ കർക്കിടക മാസം അവസാനമാണ്. അതായത് ശീബോധിയൊന്നും ഇനി വെക്കില്ല. അപ്പോൾ ഇനി ഇങ്ങനത്തെ വീഡിയോസ് ഒന്നും ഉണ്ടാവില്ല. ഇതിങ്ങനെ ഉമ്മർത്തിയിരിക്കുന്നത് കാണുമ്പോൾ തന്നെ ഒരു ഐശ്വര്യമൊക്കെയാണ്. പിന്നെ അമ്മ നേരെ ഇതാ അടിച്ചു വരാൻ വേണ്ടി നിന്നേക്കാണ്. ഈ വീഡിയോ അച്ഛൻ കണ്ടാൽ എന്തായാലും ഒരു വഴക്കുറപ്പാണ്. കാരണം അച്ഛൻ്റെ ചെരുപ്പാണ് ഇട്ട് പോയേക്കുന്നത്. അച്ഛൻ കഴുകിയെടുത്ത് വെച്ച ചെരുപ്പായിരിക്കും. അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ ഈ റെഡിയായി പോകാൻ വേണ്ടി നോക്കുന്നത് അമ്പലത്തിലോട്ടാണ് കേട്ടോ. ശിവന്റെ അമ്പലത്തിലേക്ക് കുറേ കാലത്തിന് ശേഷമാണ് ഒന്ന് അവിടെ പോകുന്നത്. ഇതേ ഒരാൾ പോകുന്ന കണ്ടോ, സാരി കൊടുത്ത് ഇറങ്ങിയേക്കാണ്. അച്ഛനോട് പറയാൻ വേണ്ടി പോയതാട്ടോ പോവാന്നുള്ളത്. അപ്പൊ ഇതാ നമ്മൾ ഓട്ടോയിലാണ് പോകുന്നുണ്ടായിരുന്നത്. നമ്മൾ മാത്രമല്ല, അതേ കാണുന്ന ഈ 2 പേരും കൂടെ ഉണ്ടായിരുന്നു. അതായത് അച്ഛമ്മയും അമ്മായും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ എന്ന് പറയുമ്പോഴേ ഭയങ്കര സമാധാനമാണ്, ഭയങ്കര ഒരു ശാന്തത, അങ്ങനെ ബഹളവും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല. കാരണം ഇത് റോഡ് സൈഡിന് കുറച്ച് ഉള്ളിലോട്ടുമാണ്. മൊത്തത്തിലൊരു ശാന്തമായ ഒരു അന്തരീക്ഷമാവും. അച്ഛമ്മയും അമ്മയും അമ്മായിയും ഒക്കെ ഇതാ വഴിപാട് കഴിക്കുന്ന തിരക്കിലാണ്. അപ്പൊ നോക്കിയപ്പോ ഇതാണ്ടേ ഇരിക്കുന്നു പായസവും പ്രസാദൊക്കെ. പിന്നെ ഇതെന്ന് പറയുന്നത് എള്ളുതിരിയും നെയ്യൊക്കെയാണ് കേട്ടോ. അപ്പൊ ഇവിടുത്തെ ഒരു വഴിപാടാണ് ഈ എള്ളുതിരി എന്ന് പറയുന്നത്. അപ്പുറത്ത് ഇതേ മാലൊക്കെ ഇങ്ങനെ കിട്ടുന്നുണ്ടായിരുന്നേ. അമ്മായിയും അമ്മയും ഇത് എള്ളുതിരി എടുത്ത് വെക്കാൻ വേണ്ടി നോക്കുകയാണ് കേട്ടോ. പിന്നെ ഇതാ അവര് 2 പേരും കൂടെ അത് കത്തിക്കാൻ വേണ്ടി പോയൊക്കെയായിരുന്നു. ആ സമയത്ത് ഞാനും അച്ഛമ്മ ഇതാ നെയ്യായിട്ട് ഉള്ളിലേക്ക് കയറാൻ വേണ്ടി നോക്കുകയാണേ. ഇതിന്റെ ഉള്ളിൽ കയറിയ പിന്നെ നല്ല സമാധാനമാണ്. ചെറിയ സൗണ്ടിൽ ഓം നമ ശിവായ ഒക്കെ ഇട്ടിട്ട് നല്ലൊരു വൈബാണ്. അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഇതാ ഞങ്ങൾ തൊഴുതൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ പായസം. അപ്പൊ അതൊക്കെ ഇതാ അമ്മ എടുത്ത് അച്ഛമ്മയ്ക്ക് കൊണ്ടു കൊടുക്കുകയാണ്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഇതാ വീട്ടിലോട്ട് തിരിച്ചു കേട്ടോ. ഇവിടെ ഈ പാലത്തിന്റെ അടിയിൽ ഇങ്ങനെ വെള്ളമുണ്ടേ, അതിലൂടെ പോകാനും നല്ല രസമാണ്. കുഞ്ഞായിരുന്ന സമയത്തൊക്കെ ഞങ്ങൾക്ക് നല്ല ഇഷ്ടമായിരുന്നു. പിന്നെ ഇതാ ഒരാൾ സാരി ഉടുത്തതിന്റെ പ്രഹസനാണ് ഇപ്പൊ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അമ്മയ്ക്ക് ഇങ്ങനെയായിട്ട് എവിടെയെങ്കിലും പോയി വന്നാൽ അമ്മയ്ക്ക് നല്ല ഇഷ്ടമായിട്ടുള്ള ഡ്രസ്സൊക്കെയാണ് ഇട്ടിട്ടുണ്ടെങ്കിൽ വീട്ടിലെത്തി കഴിഞ്ഞാൽ കുറച്ച് നേരം ഇങ്ങനെ നോക്കി കണ്ണാടിയിലൊക്കെ ഇങ്ങനെ നോക്കിയിട്ടൊക്കെയാണ് അമ്മ പിന്നെ ആ ഡ്രസ്സ് മാറ്റുക കേട്ടോ. അങ്ങനെ പിന്നെ ഇതാ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാ പുട്ടുണ്ടാക്കാൻ വേണ്ടി നോക്കുകയാണേ. ഇങ്ങനെയുള്ള സമയത്തൊക്കെയാണ് പുട്ടുണ്ടാക്കുക. പിന്നെ ഇന്ന് നമുക്ക് വീട്ടിൽ പണിയുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അമ്മ ഇന്ന് പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോഴത്തേക്കും ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അച്ഛമ്മ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ മരം വെട്ടിയിട്ടുള്ള അവിടെയൊക്കെ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. അച്ഛമ്മ കൂടെ നിൽക്കിട്ട് ഓരോന്നും ചെയ്തിട്ട് എപ്പോഴും ഇങ്ങനെയാണ്. ചേട്ടൻ വന്നാൽ ചേട്ടൻ്റെ കൂടെ ഓരോന്നും ചെയ്തിട്ട് അച്ഛമ്മ ഇങ്ങനെ നിൽക്കുകയെ. അച്ഛൻ എന്താ അവിടെയൊക്കെ പോയി കുറച്ച് നേരം നോക്കിയിട്ട് പിന്നെ നേരെ അച്ഛൻ പണിയെടുക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. ഞാനാണെങ്കിൽ നേരെ തുടച്ച് ഇടാൻ വേണ്ടിയിട്ട് നോക്കുകയാണ് കേട്ടോ. ഇപ്പം നമ്മൾ രാവിലെ അടിച്ചാലും വൈകിട്ട് അടിക്കുമ്പോൾ നല്ല രീതിക്ക് പൊടി കിട്ടുന്നുണ്ട്. റോഡ് സൈഡ് ആയതുകൊണ്ടാണോ എന്ന് അറിയില്ല, പെട്ടെന്ന് പൊടിയൊക്കെ പിടിക്കുന്നുണ്ട്. ഇപ്പം ഈ ഒരു മാസം മുന്നേ നമ്മൾ ക്ലീൻ ആക്കിയതായിരുന്നു, എന്നിട്ട് നല്ല രീതിക്ക് പൊടി ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാ വേഗം അടിച്ച് തുടയ്ക്കാൻ വേണ്ടി നോക്കുകയാണ് കേട്ടോ. രാവിലത്തെ ഈ അടിയും തുടക്കം കഴിഞ്ഞാൽ തന്നെ ഒരു സമാധാനമാണ്. വീട്ടിലാണെങ്കിൽ ഒരു നല്ലൊരു വൈബൊക്കെ തോന്നും, നല്ലൊരു പോസിറ്റിവിറ്റിയാണ് അടിച്ച് തുടച്ചിട്ടാൽ. പക്ഷെ രാവിലെ നേരത്തെ എണീറ്റ് നേരത്തെ ആ പണി കഴിയണം, അല്ലെങ്കിൽ അതിങ്ങനെ നീണ്ട് ഉച്ചയാവോളം ഞാൻ അതിന് നിൽക്കുവേ. അപ്പോൾ പിന്നെ അന്നത്തെ ദിവസം പോയ പോലെ ആയിരിക്കും കേട്ടോ. പിന്നെ ഞാൻ കിടക്കുന്ന റൂമും കൂടെ ഞാനൊന്ന് നീറ്റാക്കിയിട്ടുണ്ടായിരുന്നു, എല്ലാ കച്ചറയും ഒഴിവാക്കിയിട്ട്. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ.